അപ്പോ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ ഭർത്താവ് അവരോട് ദേഷ്യത്തിലാണ്, അങ്ങനത്തെ ഒരു പെണ്ണിന്റെ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. വഅഖവാനി മുതസ്വാരിമാൻ, രണ്ട് സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ, മുതസ്വാരിമാനി, പരസ്പരം തമ്മിലടിച്ച് അല്ലെങ്കിൽ ശണ്ട കൂടി നിൽക്കുന്ന രണ്ടാളുകൾ, പിണക്കത്തിലായ രണ്ടാളുകൾ. ദീനിന്റെ പേരിൽ പിണക്കങ്ങൾ ഉണ്ടാവാം. ഒരു മനുഷ്യൻ ബിദ്അത്തിലേക്ക് പോയിരിക്കുന്ന ഒരു മനുഷ്യനല്ല അതിന് ഇപ്പുറത്താണ് നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ശണ്ടകൾ ഉണ്ടാകാം, സ്വാഭാവികം. ഒരു മനുഷ്യൻ കള്ളുകുടിച്ച് നടക്കാൻ, കൂട്ടുകാർ ഉപദേശിക്കും നന്നാവടോ, കേൾക്കുന്നില്ല, അവർ തമ്മിൽ പിണക്കത്തിലാണ്, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടി. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ആ മനുഷ്യരോട് നമുക്ക് സ്നേഹം തോന്നുന്നു. ആ മനുഷ്യൻ അള്ളാഹുവിനെ വഴിപ്പെടാതെ ജീവിക്കുന്നു, വെറുപ്പ് തോന്നുന്നു. യോജിക്കേണ്ടതും പിരിയേണ്ടതും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ കൂടെ ഉണ്ടോ അവനോട് നമുക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനെ കൈവടിഞ്ഞിട്ടുണ്ടോ നമ്മൾ അയാളെ കൈവടിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നം അല്ലാത്ത വിഷയങ്ങളാണ് എന്ന് ജനറലി നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ മനസ്സിലാക്കുക. വഅഖവാനി മുതസ്വാരിമാനി, പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ചിലപ്പോൾ കച്ചവട സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ്, പൈസ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വേഗം പരിഹരിക്കണം. അത് ഒരു സംഗതി ഇല്ലാത്ത വിഷയമാണ്. ആകെ പിണങ്ങൽ പൈസന്റെ പേരിലാണ്. ഞാൻ 2000 കടം കൊടുത്തിട്ടോ തിരിച്ചു തന്നത് 1900 ആയിട്ടുള്ളല്ലോ, 100 റുപ്യ കുറവുണ്ടല്ലോ, ഞാൻ അവനോട് മിണ്ടൂലാണ്. ഈ സാധു ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല 100 റുപ്യ കുറഞ്ഞു പോയത്, ചോദിച്ചാൽ മതിയായിരിക്കും. ഇനി അവൻ തന്നില്ല എന്ന് വിചാരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റുമോ? പൊരുത്തപ്പെട്ടു കൊടുക്കുക. കച്ചവടത്തിൽ വന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും, പരസ്പരം പറ്റിച്ചത് അല്ലെ, കൂട്ട് ഷെയറായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് തുടങ്ങി, ബിസിനസ് ഉഷാറായപ്പോൾ മറ്റവനെടുത്ത് പുറത്ത് അടിച്ച് ഇവൻ ഒറ്റക്കാക്കി. ഇങ്ങനത്തെ വലിയ വളവന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഈ സദസ്സിലല്ല, നമ്മൾ UAE ഇവിടെ ഉണ്ടോ? പൊരുത്തപ്പിടിച്ചേക്കണം. ഉണ്ടാവുന്നാരോ പറഞ്ഞല്ലോ, ഉണ്ടോ? ഭയങ്കര കുറ്റാണ്. ആ സമ്പാദ്യമൊക്കെ ഹറാമിന്റെ സമ്പാദ്യങ്ങളായിട്ട് വരും. അങ്ങനെ ചെയ്യരുത്. സമ്പത്തിന്റെ പേരിലാണ് മനുഷ്യന്മാർ പിണങ്ങുന്നത്. വല്ലതുണ്ടോ സമ്പത്തിൽ? അള്ളാഹു ഒരു അസുഖം തന്നു, അള്ളാഹിന്റെ ഖളാ ഇല്ലാതെ ശിഫ കിട്ടൂല, എത്ര പൈസ ചെലവാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല അല്ലേ? വലിയ വലിയ അസുഖങ്ങൾ വരുന്നുണ്ട്, ചില ആളുകൾക്ക് ഒരു അസുഖം വരുന്നില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നാൽ കാണില്ല, പടച്ചറബ്ബേ ഇവർക്കൊരു പ്രസവവേദന അനുഭവിച്ചാൽ എങ്ങനെ വണ്ടി കിട്ടും, ഇവരെങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും മക്കളെ, ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചാൽ എങ്ങനെയാണ് ഈ ഉൾനാട്ടിൽ നിന്നൊരു ഈ ടൗണിലേക്ക് മംഗലാപുരത്തേക്ക് എത്തുക, അല്ലെങ്കിൽ കാസർഗോഡേക്ക് എത്തുക, അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ എറണാകുളത്തേക്കോ എങ്ങനെ എത്തും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രദേശത്തൊന്നും അങ്ങനത്തെ ഒരു എമർജൻസി വിഷയം ഉണ്ടാവാറില്ല. അതാണ് അത്ഭുതം. അങ്ങനെ വണ്ടി കിട്ടാതെ മരിച്ച ഒരു കേസും അവിടെ കാണൂല. അല്ലാത്തവർക്ക് അള്ളാഹു വേറെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖളാ ആണ്. അപ്പോ വഅഖവാനി മുതസ്വാരിമാൻ, പിണക്കത്തിലുള്ള രണ്ടാളുകൾ തമ്മിൽ നന്നാവാതെയും അള്ളാഹു തആല അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് എന്ന പേരിലൊരു മകൻ ഉണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ എന്നവരെ പറ്റി നമുക്കറിയാം. മുഹമ്മദ് എന്ന പേരിലെ മോനുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ അലി എന്നല്ല അറിയപ്പെടുക. അവരുടെ ഉമ്മയിലേക്ക് ചേർത്ത് മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അറിയപ്പെടുക. അവരും അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവരുടെ ഈ മുഹമ്മദ് ബിൻ ഹനഫിയ തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഒരു ചെറിയ പിണക്കമുണ്ടായി. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഹസൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി നമ്മൾ കത്തെഴുതി കൊടുക്കുകയാണ്. ആർക്ക്? ഹസൻ ബിൻ അലി തങ്ങൾക്ക്. യാ ഹസൻ എന്നവരെ, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ഞാനും. പക്ഷെ നിങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയാണ്. എന്റെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിലെ ഒരു പെണ്ണാണ്. അതുമാത്രല്ല, നിങ്ങളുടെ വല്യുപ്പ, നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മാന്റെ ഉപ്പ ജഅഫർ ഇബ്നു ഖൈസ് എന്നൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് എന്നെക്കാളൊക്കെ നിങ്ങൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാത്രയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. ഒന്നിനുമല്ല, ഒരു വിഷയത്തിൽ ആരാണോ ആദ്യം മുന്നോട്ട് ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും വലിയ കൂലി. ആ കൂലി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ വന്നേക്കണം. കത്ത് കിട്ടിയ പാടെ ഓടിച്ചെന്നു ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ അല്ലേ പറയാ, ഞാനല്ലേ വലിയ ആൾ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടേ.
കല്യാണത്തിന് അങ്ങാടി വിളിച്ച ആരെങ്കിലും പോകാറുണ്ടോ? ഇന്നെ വീട്ടിൽ വിളിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ വന്ന് ഇയാളെ കാണണ്ടേ? വീട്ടിൽ പോയി എല്ലാവരെയും വിളിക്കാൻ മനുഷ്യന്മാർക്ക് നേരമുണ്ടോ? ഈ പറയണമെന്ന് തന്നെ അറിയില്ല, അവന്റെ മോള് കല്യാണമായി കഴിഞ്ഞ് ഇത് നടക്കാൻ പോണ കാര്യമില്ല എന്ന്. എന്നാൽ ചിലരുണ്ട് വിളിക്കാൻ മറന്നതായിരിക്കും, പോകാൻ മറക്കണ്ടെന്ന് വിചാരിച്ചു പോണവരുണ്ട്, അല്ലേ? അത് അൽഹംദുലില്ലാഹ്. കല്യാണത്തിന് വെറുതെ പോയി ചോറടിച്ച് പോരുന്നവരല്ല പറ്റിയല്ല ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. വിളിക്കാൻ മറന്നു. കല്യാണം കഴിഞ്ഞാലുണ്ട് ഒരു പിണക്കം വരാന്. കല്യാണം കഴിഞ്ഞ റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാക്കാരം ഒരുത്തന്റെ വിളി, എന്നെ മറന്നല്ലേ വിളിക്കാൻ. യാ അല്ലാ, ഓർമ്മയിലേ ഉണ്ടായില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അവൻ തെറ്റി. ശരിക്കും അങ്ങനല്ല വേണ്ടത്. നാട്ടിൽ നമ്മൾ നിൽക്കുകയാണ്, കല്യാണം നടന്നുകൊണ്ടിരിക്കുക, വിളിക്കാൻ മറന്നായിരിക്കും, ഒന്ന് ചെന്ന് സലാം പറഞ്ഞ് എന്ത് സന്തോഷമായിരിക്കും. യാ അല്ലാ, അങ്ങ് വന്നല്ലോ വിളിക്കാതെയും. സന്തോഷം ഉണ്ടാവുള്ളൂ അവർക്ക്. നാട്ടുകാർ മുഴുവൻ വിളിക്കാതെ കാര്യം വന്നാൽ കല്യാണം പൊളിയും. അതല്ലേ പോവേണ്ട ആളുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ, അടുത്ത ആളുകളൊക്കെ. അപ്പോ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞാൻ പോലൊക്കെ പഴമക്കാർക്കുള്ള ഏർപ്പാടാണ്. ഇപ്പോഴും ചില പുതുമക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുണ്ടാവാൻ പാടില്ല. അത് തരം അഹങ്കാരമാണ്. ഞാൻ വലിയ ആളാണല്ലോ, എന്റെ പൊരിക്ക് തന്നെ വരണല്ലോ. ഈ പൊരിക്ക് വന്ന ഈ രസനപ്പൊടി കലക്കി ടാങ്ക് കലക്കി കുടിച്ച് ഷുഗർ അവർ കല്യാണം കഴിയുമ്പോഴേക്കും, ഇല്ലാത്തവർക്ക് ഷുഗർ ഉണ്ടാവുന്നു. സർവ്വപരിയിലും കലക്കി കൊടുക്കണേ പഞ്ചാര വെള്ളം. അപ്പോ അതൊക്കെ കുടിക്കിനേക്കാടൊക്കെ നല്ലത് വല്ല വാട്സപ്പിലോ വല്ല മെസ്സേജിലോ ഇമെയിലിലോ ലെറ്റർ ആയിട്ടോ, അത് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ, നിങ്ങൾക്ക് ആ വിവരം എത്തി, അത്രയല്ലേ ആവശ്യമുള്ളൂ. പോവാ. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പിണക്കം തീർക്കുകയാണ്. നമ്മൾ പിണക്കം ഉണ്ടാക്കാൻ നോക്കുകയാണ്. വല്ല പിണങ്ങാൻ വല്ല വകുപ്പുണ്ടോ? ആ കല്യാണ റാഹത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ട് കൊളാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുക. ഇത് ഒരു തരം അസുഖമാണ്. മാനസികമായ ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെയോ അല്ലെങ്കിൽ ഒരു തരം ഈഗോ, വളരെ ഡ്രിവൻ ബൈ ഈഗോ, നമ്മളൊരു പ്രൈഡ്, സെൽഫ് പ്രൈഡ്, ഇതൊക്കെ ഒരു അഹങ്കാരമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അലി റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് ചെല്ലിയാണ്. അലി തങ്ങൾക്ക് പറഞ്ഞുകൂടെ, എന്റെ വല്യപ്പ നബി തങ്ങളാണ്, എന്റെ ഉമ്മ ഫാത്തിമത്തു സഹറ എന്നവരാണ് റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രക്കാരിയല്ലേ, വാപ്പ ജഅഫർ ഇബ്നു ഖൈസ് എന്നവരല്ലേ, നിങ്ങൾ എന്റെ അടുത്ത് വരണം. പക്ഷെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹനഫിയ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അങ്ങോട്ട് ചെന്ന് ആദ്യം ഒരു കാര്യം ചെയ്യുന്നതിൽ പ്രതിഫലം ഉണ്ടല്ലോ, അതുകൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അതിന് നിങ്ങൾ മുൻകൈയെടുക്കണം എന്ന് പറഞ്ഞു മഹാനായ മുഹമ്മദ് ഇബ്നു ഹനഫിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ മോനാണ്. ഫാത്തിമ ബീവി അല്ലാത്ത മറ്റു ഭാര്യയിൽ ഉണ്ടായവരുടെ മകനാണ് മുഹമ്മദ് ഇബ്നു ഹനഫിയ റളിയല്ലാഹു തആല. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്.